ഇത് നോക്കിയാ ഫോൺ കൊടുക്കാത്തതിന് ഒരു ചെക്കൻ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് കയറിയിട്ട് ചാടുന്ന ഭീഷണി. 10 വയസ്സുള്ള കുട്ടി. നീ ഇത് കണ്ട, ഒരു കുട്ടി വണ്ടിക്ക് കൈ നീട്ടിട്ട് കയറിയാന്ന് തട്ടിക്കൊണ്ടേ. ഈ കുട്ടികളെന്ന് ഇങ്ങനെ കളിക്കുന്നത്. അല്ല, കുട്ടികളെ പോട്ടെ, ഇന്നലെ വൈകുന്നേരം ഞാൻ വരുമ്പോ ബൈക്കിന് കൈ നീട്ടുന്നു ഏതോ ഒരു പെണ്ണ്. നിങ്ങളെ വണ്ടിക്ക് അങ്ങനെ പല പെമ്പിളറും കൈ കാണിക്കും. അല്ല, ഞാൻ ലിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ല. ഒരു തമാശ പറഞ്ഞ് ആരും കൈ കാണിച്ചിട്ടൊന്നുമില്ല. ഒന്ന് പോടാ. അയ്യോ, ഇതാ പറഞ്ഞ് ഒരുപാടങ്ങ് സത്യസന്ധരാൻ പാടില്ല. ഇരുന്ന് കളിക്കാണ്ട് കുട്ടീനെ കൂട്ടിട്ട് വാ, സ്കൂൾ വിടാനായി. 5 minutes later. ഹലോ, എടാ എന്താടാ? നിങ്ങളെ പെട്ടെന്ന് കാണണം. നിങ്ങൾ എവിടെയുള്ള? എടാ ഞാൻ ഡ്യൂട്ടിയില്ല. എന്താ പ്രശ്നം? പ്രശ്നം കുറച്ച് സീരിയസ് ആയി. നിങ്ങളെ നേരിട്ട് കാണണം. നിങ്ങൾ പെട്ടെന്ന് എത്തുവാ. അല്ല, ഇങ്ങോട്ട് ഇല്ലിപ്പോ ആ ടെക്നീഷ്യനൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ? ഓക്കെ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ശരി. എടാ നീ ടെൻഷൻ അടിക്കല്ലേ, കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. നീ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തല്ലേ? ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഭാര്യയോട് പറഞ്ഞോ? അവളോടിപ്പോൾ പറഞ്ഞു ശരിയല്ല, വലിയ പ്രശ്നമാവും. ഒന്നുമില്ല, കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് ഈ വഴിയിൽ ഏതെങ്കിലും ഒരു CCTV പെടും. നമുക്ക് നോക്കാം. നീ വാ. ഒരു 3:30 4 മണിക്കടയിൽ നോക്കിയാൽ മതി. ഇതാ കണ്ടേ രാജേട്ടാ, നോക്കി ഇതാ. ഒന്ന് പോസ് ചെയ്തേ. കുറച്ചൊന്ന് പൊറോട്ട അടിക്കേ. ആന്തിരാ ഇങ്ങനെ സിനിമയിലൊന്നും കണ്ടിട്ടില്ലേ? അങ്ങനെ പൊറോട്ട അടിക്കണം, അതാണ് എൻ്റെ ഒരു സിസ്റ്റം. അവിടെ പ്ലേ ചെയ്തേ. ഒന്ന് സൂം ചെയ്തേ. ഏതാണ് സൂം ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ സിനിമയിൽ സൂം ചെയ്യുന്നുണ്ടല്ലോ. ഓരോരോ കാട്ടവരാതെ സിനിമയെ കാണിട്ടേ കണക്കോളൂ. എനിക്കും അറിയണ്ടേ. അടുക്ക സദാശിവാ, സാറേ, ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ഒരു വണ്ടിയുടെ. ഓക്കെ സാറേ. അതിന്റെ നമ്പറൊക്കെ ഒന്ന് ക്രോസ് കയറി പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് അയക്കും. കണ്ടു സാറേ, ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാം. ഹലോ ശുഭു അല്ലേ? അതെ. ഇത് മൂലമ്പൂർ സ്റ്റേഷനിലെ SI രാജേഷ് ആണ്. സാറേ, 7757 നിങ്ങളുടെ വണ്ടിയല്ലേ? സാറേ, വണ്ടി കിട്ടിയോ? അപ്പൊ വണ്ടി നിങ്ങളുടെ കയ്യിലില്ലേ? ഇല്ല സാറേ, വണ്ടി കാണാനില്ല. അതല്ലേ ഞാൻ രാവിലെ സ്റ്റേഷനിൽ വന്ന് പരാതി തന്നേ. ഓ, ആ വണ്ടി എവിടെ മിസ്സേ? വീട്ടിൽ വെച്ചിട്ട് തന്നെ സാറേ. ഒരു ഷെഡിൽ പൂട്ടിയിട്ടില്ലേനുള്ളൂ. അപ്പൊ പൂട്ട് പൊളിച്ചാ കൊണ്ടുപോയത്. എങ്ങനെ? അത് സാറേ, പുറത്ത് 2 ദിവസത്തെ പണിയിലുണ്ടാകുമ്പോൾ ഞാൻ വണ്ടി ഷെഡ് പൂട്ടിയിട്ടാ പോക്ക്. ഇപ്പൊ അർജന്റ് വർക്ക് തീർത്ത് കൊടുക്കേണ്ടിയുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് ഷെഡിന്റെ പൂട്ട് പൊളിച്ചിട്ട് കാറ് കൊണ്ടുപോയി കണ്ടത്. പൂട്ട് പൊളിച്ച് ആളെ കിട്ടി. ആര്? പൂട്ട് ഹലോ ബിനു, SI രാജേഷ് ആണേ. സാറേ പറ. നീ എങ്ങോട്ടാ? ഒരു വണ്ടി അർജന്റായിട്ട് കൊണ്ടുവെടുക്കാനാണ് സാറേ. നിന്റെ അർജന്റൊക്കെ എനിക്ക് മനസ്സിലായിന്. നിന്റെ കൂടെ ഒരു കുട്ടിയില്ലേ? ഉണ്ട് സാറേ. മോനോന്റെ അടിക്കുന്നുണ്ട്. പിന്നെ കളിക്കാണ്ട് കുട്ടീനെ കുട്ടി ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കോ. എനിക്കെന്നെ അറിയാലോ. എത്താ സാറേ? അല്ലേ വേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ലൊക്കേഷൻ കൊണ്ടുവിടും, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ. എന്നോടാ കളി. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. A few moments later. ഇവിടെ ബിനുവിന്റെ വണ്ടി കാണുന്നില്ലല്ലോ. അതാ ഞാനും നോക്കുന്നത്. ഈ ടെൻഷൻ എടുക്കില്ല, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിക്കേ. പിന്നെയല്ലോ ഇത് ഓന്റെ ഫോൺ നടന്നിറങ്ങിയെന്ന്. ഓൻ നമ്മളെ ചാമ്പി. ഞാൻ പറഞ്ഞില്ലേ? മണ്ടുണ്ടാ ചേച്ചാ? ഹലോ സാറേ, ഞാൻ പൂട്ട് വീണുവാണേ. എടാ ബിനു, നീ എന്നെ പറ്റിച്ചല്ലേ? അയ്യോ, പറ്റിച്ചില്ല സാർ. ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങി പോയതാ. എല്ലാം പറയാ. മോളുടെ ഇറങ്ങണ്ടേ? ഏടിയാ പോലെ ഇറങ്ങണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എന്നാ എന്തിനാ വണ്ടി വിളിച്ച്? വണ്ടി വിടും. അത് ശരി, കളിക്കട്ടെ, ഇറങ്ങിട്ടെ. ഞാനറിഞ്ഞില്ല, മാമനെ വണ്ടി വിടും. എങ്ങോട്ടൂടെ? മാമൻ അങ്ങോട്ടാ, ഞാനും അങ്ങോട്ട്. ശരിക്കും എന്നാ മോന്റെ പ്രശ്നം? വീട്ടിലോ സമാധാനം വീട്ടിലില്ല. അത് ശരി, അതെന്തേനു? എപ്പം പഠിക്കൂ പറയൂ. ഓഹോ. പിന്നെ കളിക്കാൻ ഫോൺ തരുന്നില്ല. അയ്യോ, കഷ്ടം. 10 മണിക്കൂർ കൂടുതലില്ല, TV കാണാൻ സമ്മതിക്കൂല. അത് വലിയ പ്രശ്നം തന്നെ. ഞാൻ മരിക്കാൻ ഇറങ്ങിയതാ. ഇനിയിപ്പം വേണ്ട, മാമന്റെ കൂടെ വരാം.
ആ സമയത്താണ് സാറിന് ഫോൺ വിളിക്കുന്നത്. അതിനാ ചക്കരനെ ചെയ്യുന്നറിയാ. എന്റെ പേര് വേറെ ഫോണിലെ ബാക്കിയോ. മാമന്റെ ഫോണൊന്ന് വരുമോ? പിന്നെന്താ, നല്ല മോൻ വീട്ടിൽ വിളിക്കാതിരിക്കും അല്ലേ. ഇതാ മാമന്റെ ഫോണ് തീരെ പോരാ, നമുക്ക് പുതിയത് വാങ്ങാം. കിടക്കാലമാടാ എന്റെ ഫോണ്. ഞാൻ ഒച്ചാക്കിയത് ആളെ കൂട്ടോ, വേഗം വണ്ടി വിട്ടോ. വണ്ടി വിട്. വേണ്ട, ഞാൻ വിടാം. ഈ കുരിപ്പിന്റെ രക്ഷപ്പെടാൻ ഞാൻ ചെയ്യുന്നറിയാ സാറിന്. മോനെ മാമനൊരു സിഗരറ്റ് വെച്ചിരുന്നു, തലവേദന മാറടാ. മോനോടി പോലെ. ഇല്ല മാമൻ വേഗം വരണേ. ഓ പിന്നെ വേഗം വരാട്ടാ മാമേ. എന്നിട്ട് കുട്ടി വണ്ടിയിലെ മൂലക്കടവ് പാർക്കിലുണ്ട്. ഇപ്പം വന്നാ കിട്ടൂ, വേഗം വിട്ടോ. കുട്ടി മൂലക്കടവ് പാർക്കിൽ. എന്നാ പിന്നെ പെട്ടെന്ന് വീട്ടിനെ പിടിക്കല്ല, വേറെ വണ്ടി കയറി പോവാ. ഏടെ പോന്ന് വണ്ടി കയറി. ഓ പെട്ടെന്ന് മൈൻഡോട്ടെ പോയി. വണ്ടി വിട്. തിന്ന്. ഓ ഉൽപേഷേ, ഇപ്പൊ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവം ഇത്. എന്തൊക്കെയാണത്തപ്പം കൊടുത്തിയാ? ഒരു കിണ്ണത്തപ്പ കൊടുത്താൽ ഇപ്പൊ നടന്ന സംഭവം. ഓ അത് ഞാൻ പറയും, നമ്മൾ സ്കൂളിൽ പാഠങ്ങൾ പഠിപ്പിക്കുന്ന മുന്നേ പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളായത്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ അച്ചടക്കത്തോടെ നടക്കണം എന്നൊക്കെ. ശരി, നിങ്ങൾ പറഞ്ഞ നമ്മള് മാതൃകയാണ്. കണ്ടാ, എന്റെ ഭാര്യയാണ്. എന്റെ കുടുംബം എത്ര മാതൃകാപരമായിട്ട് ജീവിക്കുന്നതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞ എടുക്ക്, കേക്ക്. എടോ മണ്ട രാജേഷേ, നിങ്ങൾ എവിടെ പോയി പണ്ടാറടങ്ങിയേക്കുവാ? ഒന്നിങ്ങോട്ട് വാടോ. കളിക്കാൻ ഫോൺ കൊടുക്കാതെ തന്നെ നിങ്ങളുടെ മോൻ ആ കുന്നിന്റെ മുകളിലെ ബിൽഡിങ്ങിന്റെ മേലോട്ട് ഓടി കയറിയിട്ടുണ്ട്. തനിച്ചു നിൽക്കണ്ട, വേഗം പോയി രക്ഷപ്പെടുത്താവാ. ഏതോ ഒരു പെണ്ണ് എന്റെ ബൈക്കിന് കൈ കിട്ടിയത്. വന്ന് നോക്കുമ്പാണ് പൂട്ടുവിനും പിന്നെന്താ, നല്ല മോനെ വീട്ടിലിരിക്കരുത്. വീട്ടില് അത് കളിപ്പിക്കല്ല. ഞാൻ പറഞ്ഞെങ്ങനെയോ ആക്ഷൻ. ഹലോ ടാക്സി.